ഹലോ, എല്ലാ കൂട്ടുകാർക്കും പാർവേൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഒരു സ്വാഗതം പറയുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നൊരു രാവിലെ ഒരു യാത്ര പോയതായിരുന്നു. യാത്ര പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഈ മലയാറ്റൂർ അടിവാരത്തുള്ള നക്ഷത്ര തടാകത്തിൻ്റെ കരയിൽ കൂടി വന്നു. അപ്പോൾ 10 മിനിറ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഇഷ്ടത്തോടെ ഇന്ന് കണ്ട് ആസ്വദിക്കുമായിരുന്നു. പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. മകനുണ്ട്, മകളും ഭർത്താവും കുഞ്ഞുമുണ്ട്, പപ്പയുണ്ട്. ഞങ്ങൾ അനുവിൻ്റെ വീട്ടിൽ പോയതായിരുന്നു, ഒരു പ്രത്യേക ആവശ്യത്തിന് പോയതാട്ടോ. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എല്ലാവരുമൊക്കെ ഇറങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മളും ഒന്ന് ഇറങ്ങി വെച്ച നേരം എന്നാൽ ഒന്ന് അല്പം കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താമെന്ന് വെച്ചേ. അപ്പോൾ ഇത് കണ്ടോ, ആ കാണുന്ന ആ മലയുണ്ടല്ലോ, ആ മലമുകളിലാണ് നമ്മുടെ മലയാറ്റൂർ പള്ളി ഇരിക്കുന്നത്. 14 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നു, അത്രയൊന്നുമില്ല കേട്ടോ. എന്നാലും 14 കുരിശ് കൊണ്ട് പോണ വഴിക്ക് 14ാമത്തെ സ്ഥലമാണ് പള്ളി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അടിവാരത്തുനിന്ന് ആ നീല കെട്ടിടം കാണുന്നില്ലേ, അവിടെ നിന്നാണ് തുടക്കം കയറി പോകുന്നത്. അവിടെ നിന്ന് കയറി മലയാറ്റൂർ പള്ളി പോകുന്ന സ്ഥലം. ഇപ്പം 50 നോയമ്പിൻ്റെ സമയമാണേ. അപ്പോൾ ഇന്ന് 50 നോയമ്പ് തുടങ്ങിയിട്ട് അങ്ങോട്ട് 30-35 ദിവസത്തോളം ആയിട്ടുണ്ടേ. അപ്പോൾ പകുതി നോയമ്പാകുമ്പോഴത്തേനും ആൾക്കാർ മലയാറ്റൂർ കയറാൻ തുടങ്ങും. പല നാടുകളിൽ നിന്നും വരും കുരിശൊക്കെ ആയിട്ട്. മല കയറുന്നവരുണ്ട്, അല്ലാതെ കയറുന്നവരുണ്ട്. അങ്ങനെ മല കയറുന്ന ഒരു സമയം കൂടെയാണേ. ഇപ്പോൾ സമയം 6 മണിയായി, അതുകൊണ്ട് ലൈറ്റ് കുറവാണ്, പ്രകാശമൊക്കെ കുറവാട്ടോ. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി ഇവിടെ കുറച്ച് നേരം നിന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. പിള്ളേരുടെയും പപ്പയുടെയും എല്ലാവരുടെയും ഒന്നിച്ച് ഗ്രൂപ്പ് ഫോട്ടോയും അല്ലാതെയും റീൽസും അങ്ങനെ കുറേ അർമാദിച്ചും ആവേശത്തോടെയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതുണ്ട്, വണ്ടികളും വാഹനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ നല്ല പണ്ടൊരു ദിവസം ഞാൻ ഈ വഴിയെ ഒന്ന് വന്നു, ഒരു ചെറിയൊരു ഷോർട്സൊക്കെ എടുത്ത് ഇട്ടതാണ്, കാര്യമായിട്ടൊന്നുമല്ല, അപ്പോൾ ഇട്ടതാട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇച്ചിരി സമയമുണ്ട്, ഒരു 10-20 മിനിറ്റ് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ സന്ധ്യ സമയമായതുകൊണ്ട് ലൈറ്റ് കുറവായതുകൊണ്ട് ഇച്ചിരി ഇരുളുമയൊക്കെ ഉണ്ട്. എങ്കിലും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് ആൾക്കാർ മൊത്തം ക്യാമറയും കൊണ്ട് നിൽക്കുന്നത്, മുഴുവൻ ക്യാമറയും കൊണ്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് തലങ്ങും വിലങ്ങും ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ. ഇതെൻ്റെ മരുമകൻ, പപ്പയുടെ മോൻ്റെ കൂടി ഫോട്ടോ എടുക്കുകയാണേ. ഇത് മകള്, അവളും തലങ്ങും വിലങ്ങും ഇരുന്ന് അവളും ഫോട്ടോ എടുക്കുന്നുണ്ട്, പിന്നെ വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഇതെല്ലാം കണ്ടപ്പോൾ, പിള്ളേരെ എന്തിനാണ് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര താല്പര്യം, ഭയങ്കര സന്തോഷത്തോടെ കൂടിയാണ് ഞാൻ കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത്. കൊച്ചുങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് പിള്ളേരുടെ മനസ്സാട്ടോ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും. കാരണം നമുക്ക് പണ്ടിങ്ങനെയൊന്നും നമ്മൾ എങ്ങും പോയിട്ടുമില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ആകെപ്പാടെ വീടും പരിസരവും കൃഷിയും കൂലിപ്പണിയും പിള്ളേരെ വളർത്തലും കന്നാലിനെ വളർത്തലും പാല് കറന്ന് കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും നല്ല പ്രായത്തിലോ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അടുത്ത കാലം വരെ പോയിട്ടില്ല. ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കും ഇങ്ങനെയൊക്കെ പോകണമെന്നും ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരാഗ്രഹം. അത് കാരണം ഇപ്പോൾ എവിടെ എന്ത് കണ്ടാലും അപ്പോഴേ ഫോൺ എടുക്കും, ഒന്നൊരു ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കും, റീൽസ് എടുക്കും. ഇതൊക്കെയാണ് കൊച്ചു പിള്ളേരുടെ സ്വഭാവമായി മാറി എനിക്ക്. എന്നിട്ടത് യൂട്യൂബിലേക്കിടും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയാട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് സഹകരിക്കണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്തു തരണം കേട്ടോ. അതാണ് എൻ്റെ ഫാമിലി. അനുമോൾ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അനുമോളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്നത്. ഇനി 2 ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരി വരുവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വരവിന് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ ഞങ്ങളിതിൽ വരും. അപ്പോൾ ഞങ്ങൾ പറയും എന്തിനാ ഇതിൽ വന്നതെന്നും എന്നൊക്കെ പിന്നെ അന്നേരം പറയാം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളിത് ഇതിലേ അങ്ങോട്ട് പോകും. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിലേ അങ്ങ് പോയിട്ട്, ഞങ്ങളുടെ വണ്ടി അല്ല, മോക്കടെ വണ്ടി കേട്ടോ. ഇതിലേ അങ്ങ് പോയി അതിലേ കറങ്ങി, അതിലേ ചുറ്റിക്കറങ്ങി, അതിലേ കണ്ടോ, അതിലേ കറങ്ങി അതിലേ പോയി ആ കുരിശ് കാണുന്നതിൻ്റെ അവിടെ ചെന്ന് ആ വശത്തോടെ നമുക്കിനി കാലടിക്ക് പോകണം. കാലടിയിൽ നിന്ന് പെരുമ്പാവൂർ പോകണം. പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം നിന്ന് നേര്യമംഗലം കൂടി നേരെ ഇടുക്കി ഞങ്ങളുടെ വീട്ടിലേക്ക്.
അപ്പോൾ ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടെ അക്കരെ ചെന്നിട്ട് കുറച്ച് ഭാഗവും കൂടെ നമ്മൾ വീഡിയോസിൽ പിടിക്കും കേട്ടോ. എൻ്റെ മകൻ, എൻ്റെ മകള്, മരുമകൻ, മോളുടെ കുഞ്ഞുമോള്, കൊച്ചുമോള്, പപ്പ, കണ്ടോ, ഇതാണ് എൻ്റെ ഫാമിലി. ഒരിക്കലും ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഒരിക്കൽ പോലും എടുത്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് എല്ലാവരും കൂടെ ഫ്രെയിമിൽ വരുന്നത്. കൊച്ചുമോളാണ് അവരുടെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും. ഇങ്ങനെ ഈ കലാപരിപാടി ഇവിടെ ഉണ്ട്. അതെ കണ്ടോ, ഇത് ഞാൻ അടുത്ത് വന്നപ്പോഴത്തേനും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതങ്ങ് അകലേട്ട് പോയി. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ചെറിയ ബോട്ട്. അത് അടുത്തോടെ വന്നപ്പം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫോണൊക്കെ എടുത്ത് ഓണാക്കി വന്നപ്പോഴത്തേനും സംഭവം അങ്ങ് അകലെ പോയി കേട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് കാഴ്ചകളും എല്ലാം നിർത്തി കയറി പോവുകയാണ്. അപ്പുറം ചുറ്റി വരട്ടെ കേട്ടോ. അപ്പുറം ചുറ്റി വരുമ്പോഴത്തേനും ഞങ്ങളൊരു ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോസും കൂടെ എടുക്കാം കേട്ടോ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണാം, മാത്രം. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ കൊച്ചു വഴി എറിഞ്ഞേ? അവനിറങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങിയെന്ന് തീരുമാനിച്ചു. ആരെ? ഇല്ല, ഒരു പരാതി പറയില്ല. ആരും പിടിച്ചു പറിക്കല. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോയെങ്കിലേ ഉള്ളൂ. അത് ശരി, അത് വൺ വേ ആണ്. വൺ വേ. നീ വീശി നീങ്ങി തെറിച്ച് പോന്നതാ. വീശാൻ പോയി. ഒന്ന് കാണിക്കുവാണേ. പിന്നെ ഓപ്പോസിറ്റ് വണ്ടി ഇവിടെ അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിൽ വെള്ളമുണ്ടല്ലോ. അത് ശരിയാ. ഇത് നിറച്ച് വീഡിയോയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് സത്യം. കൊണ്ടുതരും അല്ലേ? അമ്മച്ചിയുടെ ഫോണിനകത്ത് ആകെപ്പാടെ കിടക്കുന്നത് കുറേ വീഡിയോസും കുറേ ഫോട്ടോസും. ഒരു വലിയ വണ്ടി പറഞ്ഞു ടൂറിസ്റ്റ് ബസ്. 6 മണിക്ക് തന്നെ നക്ഷത്ര തടാകത്തിൽ നിന്ന് 6 മണിക്ക് നമ്മൾ ഇടുക്കിയിലേക്ക് യാത്ര തിരിക്കുന്നു. നക്ഷത്രം മാറ്റി, കാരണം ഡിസംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 31-ാം തീയതി മാത്രമാണ് നക്ഷത്രം തൂക്കിയിടുള്ളൂ. ഇപ്പോൾ സാധാ തടാകം. അയ്യോ, ഞാൻ അടിവാരം കണ്ടില്ല. നോക്കട്ടെ. അയ്യോ, ഒന്ന് വീഡിയോ പിടിച്ചാൽ എന്ത് വണ്ടിയാ? അതെ.
വന്നത്. അത് കഴിഞ്ഞൊന്ന് വന്നു. അത് നമ്മൾ വന്ന ഇവന്റെ വണ്ടി ഉണ്ണീടെ മെഴുകുതിരി ഉണ്ണീടെ അത് കഴിഞ്ഞിട്ട്. എന്നാണ് അവന്റെ പേര്? കൃഷ്ണൻ. കാശിനാഥന്റെ കൂടെ വന്നു. തക്കൂല്ലായിരുന്നു. കാശിനാഥന്റെ കൂടെ വന്നു. ആ ശരിയാ. കണ്ടോ വെള്ളം നന്നായിട്ട് കേട്ടോ. തിരമാല അടിക്കും പോലെ കിടന്നുണ്ട്. ഓളം തെറ്റുന്നുണ്ട്. ദേ ബോട്ടിന് എന്നാ പറയണ? ബോട്ട് പെഡൽ. മനസ്സിലായി മനസ്സിലായ വകയിലാണോ സന്തോഷം പറഞ്ഞേ? ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. നോമ്പ് പാതിയായേ ഉള്ളൂ. അപ്പോഴത്തേനും ഇത്രയും വണ്ടി. ഇത് അടിവാരത്ത് കിടക്കുന്ന വണ്ടി ഞാൻ അങ്ങേ സൈഡിലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ പിടിക്കാമായിരുന്നു. ഇങ്ങേ സൈഡിൽ ഇരുന്നുകൊണ്ട് എനിക്ക് അടിവാരത്ത് നക്ഷത്രം പോലെ വണ്ടികളും ഉണ്ട്. എണ്ണി തീർക്കാൻ പറ്റാത്ത അത്ര വണ്ടി. രാത്രിയിലും പകലും ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മലയാറ്റൂർ മല. എന്തൊരു ഭംഗിയാണ്. പക്ഷേ സൂര്യൻ അസ്തമിച്ചത് കൊണ്ട് പ്രകാശം കുറഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തെളിച്ചു. അരയന്നം ഇവിടെ ഗോറില്ല ഇല്ല ഇപ്പം. അതെ, അവിടെ ഇതേ സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? നല്ല ഭംഗിയൊന്നുമില്ലേ. പക്ഷേ ഇത് ഈ ഫോണിൽ ക്യാമറയിൽ കിട്ടിയിട്ട് അത്ര സാധിക്കില്ല. ഇതിലേ പോലെ നമ്മൾ പോയി അങ്ങോട്ട് വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടെ പോകാമെന്ന്. അതെ അതെ, കൊച്ചു വെറുതെ അമ്മച്ചിക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ മലയാറ്റൂർ അടിവാരത്തു നിന്ന് നക്ഷത്ര തടാകത്തിൽ നിന്ന് വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ അതെ, ഇതാണ് അടിവാരത്തെ ഒരു പള്ളി. മലയാറ്റൂർ അടിവാരത്തെ ഒരു പള്ളി. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം ഒരു പാലമുണ്ട്, മലയാറ്റൂർ പാലം. ആ പാലത്തിനടുത്തും ഒരു പള്ളിയുണ്ട് കേട്ടോ. ഓണാക്കിയിട്ടില്ല ആണോ? പച്ചപ്പുണ്ട്, കൃഷിത്തോട്ടം പിടിച്ചു. അത് കുഴപ്പമില്ല. അത് നല്ലൊരു ഇടപാടാണ്. അപ്പോൾ ഞങ്ങളെ തിരിച്ചു പോന്ന് മലയാറ്റൂരിൽ നിന്ന് നക്ഷത്ര തടാകമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു പോന്ന് കോതമംഗലം വന്നു. കോതമംഗലം വന്നപ്പോഴത്തേനും സന്ധ്യയായി, ദേശക്കാലം തുടങ്ങി. അപ്പോൾ നമ്മളിവിടെ ഒരു ശരവണ ഹോട്ടലിൽ കയറി നെയ് റോസ്റ്റും മസാല ദോശയും ഒക്കെ കൂടി മേടിച്ച് ഒന്ന് കഴിക്കാൻ തുടങ്ങുവാണേ. കുഞ്ഞുണ്ട്, മോനുണ്ട്, മോളുണ്ട്. പപ്പേനെയും അപ്പൂവനെയും കണ്ടില്ല. അവർ പുറത്തെവിടെ. അവർക്ക് മസാല ദോശ കഴിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് അവർ കയറിയില്ല ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു മഷ്റൂം മസാല ദോശയും കൂടെ മേടിച്ചു. അതാണ് ഈ ഇരിക്കുന്നത്. ഇത് മഷ്റൂം മസാല ദോശ, പിന്നെ നെയ് റോസ്റ്റ്, അത് രണ്ടും. ഇത് സാദാ മസാല ദോശ. എല്ലാത്തിൻ്റെ ഒന്ന് എല്ലാ കൂട്ടം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ.